അസ്സലാമലൈക്കും. ഞങ്ങൾ 10 വർഷമായി വാടകയ്ക്ക് നിൽക്കുന്നത്. ഇമ്മക്കാണെങ്കിൽ റോഡ് സൈഡിൽ തട്ടുകട ഉണ്ട്, ഒരു തട്ടുകട. ഞങ്ങൾക്ക് വീടില്ലാത്തതുകൊണ്ട് മാനു കാക്കനെ വിളിച്ചത്. വീടിന് എല്ലാവരും സഹായിക്കണം. ഇപ്പച്ചി ഒഴിവാക്കി പോയിക്കാണ്. അപ്പോൾ നിങ്ങളോട് പഠിക്കണതൊക്കെ എത്തിങ്ങാനയിലാണ് പഠിക്കണത്. എത്ര മക്കളാ? 5 ആളോ? മറ്റവരൊക്കെ കൂടെ കടയിലാ? കുറേ വർഷം കട തുടങ്ങിയിട്ട് കുറേ ആയോ? കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ പിന്നെ വീടൊക്കെ ഇവിടെ ചെമ്മാട്. ഉമ്മച്ചിയോ? ഉമ്മമ്മേ? വയനാട്ടിലോ? അപ്പോൾ പിന്നെ ഉമ്മച്ചിനെ കല്യാണം അയച്ചാണ്ട് ഇപ്പം ചിട്ട് പോയതാ? അസ്സലാമു അലൈക്കും. ഫ്രണ്ട്സേ, ബുള്ളറ്റുമാനാണ്. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു പഴയ വീട്ടിലാണ് ഈ കുട്ടികൾ താമസം. ഇവരിന്നെ കുറേ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിൽ, അങ്ങാടിപ്പുറത്തുനിന്ന് മഞ്ചേരി റൂട്ടിലായിട്ടൊരു തട്ടുകട ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഇവർ പിന്നെ ഒരമ്മക്ക് കച്ചവടം. അപ്പോൾ ഈ മക്കൾ ഇന്നെ കുറേ ആയിട്ട് വിളിക്കുന്നുണ്ട്, മാനക്കാക്ക് ഒന്ന് വരി ഞങ്ങൾക്കൊരു വീടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അവസ്ഥ വളരെ മോശമാണ്. ഇവർ ഇപ്പോൾ ചെമ്മാടും പിന്നെ ഉമ്മമ്മ വയനാടൊക്കെ ആയിട്ട് പിന്നെ അങ്ങനെ ഇവരമ്മനെ കെട്ടിച്ച് ഇവരെ ഭർത്താവ് ഇട്ട് പോയതാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ ഇട്ട് പോയിട്ട് 5-6 വർഷമായിട്ട് ഇട്ട് പോയിട്ട് ഇവരെ മക്കളെ നോക്കുന്നില്ല. ഇവർ എത്തിങ്ങാനിൽ പോയി പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെക്കേഷന് വന്നപ്പോഴാണ് ഇങ്ങനെ മാനക്കാക്ക ഞങ്ങൾക്ക് നമ്മളെ വീഡിയോസ് കണ്ടിട്ട് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതുകൊണ്ട് അങ്ങനെ കണ്ടിട്ട് മാനക്കാക്ക ഞങ്ങൾക്കൊരു വീഡിയോ ഇടാൻ സഹായിക്കണം, അല്ല ഞങ്ങൾക്കൊരു വീട് വെക്കാൻ വേണ്ടി സഹായിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ചിലവും വീട്ടിലത്തെ അവസ്ഥയൊക്കെ വളരെ മോശമാണ്. തട്ടുകട എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ല, കച്ചവടമൊക്കെ വളരെ മോശമാണ് ഇപ്പോൾ ഒരവസ്ഥയിൽ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും പിന്നെ നിങ്ങളാൽ കഴിയുന്നത് വലിയൊരു സംഖ്യ, ചെറിയ സംഖ്യ ആയിട്ടൊക്കെ എന്താണെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് നമുക്ക് ഒരു 2 സെൻറ്റോ 3 സെൻറ്റോ വാങ്ങിയിട്ടൊരു വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ നിൽക്കുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഓരോരോ ഒരു കുട്ടികൾക്ക് പിന്നെ 2 മക്കൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കുട്ടിക്കും വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും വീട് പണി അടുത്ത് തുടങ്ങും. നിങ്ങളൊക്കെ സഹായിച്ചിട്ട് കുറച്ച് ക്യാഷൊക്കെ ആയിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഈ മക്കൾക്ക് 2-3 സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടൊരു വീട് വെച്ച് കൊടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നടക്കും. അസ്സലാമു അലൈക്കും.